പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പഠനത്തിലേക്ക് സ്വാഗതം. പീഡിയേക്കൻ ഏത് വീഡിയോ ഇട്ടാലും ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. കാര്യമൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ടാൽ ചിരിക്കുവാൻ, ഓർത്തോർത്ത് ചിരിക്കുവാൻ, വർഷങ്ങളോളം ചിരിക്കുവാനുള്ള പല സംഗതികളും അദ്ദേഹം പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ആ വാദങ്ങളും എനിക്കുള്ള പ്രതിവാദങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ത്രിത്വവിശ്വാസമാണ് പൈശാചികമെന്ന് അവർ പറയുന്നുണ്ടല്ലോ. ശരിയാ, നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കാം, ഏതാണ് പൈശാചികമെന്ന്. ശരിയാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചു, അറിഞ്ഞുകൊണ്ടല്ല എങ്കിൽ പോലും. ത്രിത്വവിശ്വാസമാണോ ഏകദൈവ വിശ്വാസം എന്ന് അവർ പറയുന്ന ആ വിശ്വാസമാണോ പൈശാചികമെന്ന് നമുക്ക് നോക്കാം. പുതുതായി ജോയിൻ ചെയ്യുന്നവരുടെ അറിവിലേക്ക് ഞാൻ പറയാം. പ്രധാനമായും 3 കൺഫ്യൂഷൻ ഇതിനകത്തുണ്ട്. ഒന്നാമത്, യേശു ക്രിസ്തു മനുഷ്യനാണെന്നും മനുഷ്യൻ മാത്രമാണെന്നും വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ്. അവരാണ് പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ എന്ന് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, ആ ഗ്രൂപ്പിലല്ല, പിതാവായ ഏകദൈവമേ ആ ഗ്രൂപ്പിലല്ല ഞാനും. യേശു ക്രിസ്തുവിന്റെ ദൈവവും യേശു ക്രിസ്തുവിന്റെ പിതാവുമായ ആ ദൈവമാണ് ഞങ്ങളുടെ ദൈവം എന്ന് സാധാരണക്കാരെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ പറയുന്നു. കൺഫ്യൂഷന്റെ കാര്യമില്ല. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ പിതാവാണ് നമ്മുടെ ദൈവമെന്ന് യേശുക്രിസ്തുവും ബൈബിളും നമ്മളെ പഠിപ്പിക്കുന്നു. അതാണ് ഒരു ഗ്രൂപ്പ്. അവർ യേശുവിന് ദൈവത്വം ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അത് താങ്കളുടെ അഭിപ്രായമാണ്. യേശുവിന് ദൈവത്വം ഇല്ല എന്ന് ആ ഗ്രൂപ്പുകാരിൽ മറ്റുള്ളവരാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടായിരിക്കും. ബൈബിൾ അറിയുന്നവരൊന്നും വിശ്വസിക്കത്തില്ല. പക്ഷെ ഈ പറയുന്ന പീഡിയേക്കനോട് ദൈവത്വം എന്നാൽ എന്താണെന്ന് ചോദിച്ചിട്ട് 2 വർഷമായി ഇതുവരെ മറുപടിയൊന്നും കിട്ടിയിട്ടില്ല. മറ്റേ ഗ്രൂപ്പ് യേശു ആണ് ദൈവം, യേശു മാത്രമാണ് ദൈവം, പിതാവ് തന്നെയാണ് യേശു എന്ന് വിശ്വസിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. അത് തികച്ചും സാത്താന്യമാണ്. കാരണം പണ്ട് ഈ പീഡിയേക്കനൊക്കെ മണർകാട്ട മാതാവായിരുന്നു അവസാന ദൈവം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ യേശുവാണ് ചിലർക്ക് അവസാന ദൈവം. ഇതെല്ലാം സാത്താന്റെ തന്ത്രമാണ്. മർമ്മമായ ഏകസത്യദൈവമായ യേശുവിന്റെ പിതാവിലേക്ക് നമ്മുടെ ആരാധന എത്താതെ, നമ്മുടെ ശ്രദ്ധ എത്താതെ ഇരിക്കുവാനും പണ്ട് മാതാവിനെയും പുണ്യാളന്മാരെയും ഉപയോഗിച്ചിരുന്നു. ഇന്ന് തന്ത്രശാലിയായ സാത്താൻ യേശുവിനെ തന്നെ മറയാക്കി ഏകസത്യ ദൈവത്തെ മറച്ചു പിടിക്കുന്നു. നമ്മുടെ അവസാനം എല്ലാം യേശുവാണെന്ന് രീതിയിലുള്ള പഠിപ്പിക്കൽ കൊണ്ടുവരുന്നു. ബഹുഭൂരിപക്ഷവും അതിൽ വീണുപോയിരിക്കുന്നു. ഇത് രണ്ടും തെറ്റായ ഉപദേശമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഹായ്, ഒരുപാട് ആളുകൾ പറയുന്നത് ഒരു ഏകദൈവ വിശ്വാസം, അവരും ഏകദൈവത്തിലെ വിശ്വസിക്കും. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പൊ ക്രീഡ് ഓഫ് സൈറ്റൻ, പിശാച് ഒരു മതം തുടങ്ങുകയാണെങ്കിൽ, ഇവിടെ നമ്മുടെ പീഡിയേക്കന്റെ മുറിവാക്യം ഉദ്ധരിക്കുകയാണ്. ദൈവം ഏകൻ എന്ന് ആധികാരികമായി പറഞ്ഞത് യേശുക്രിസ്തുവാണ്. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും വിശ്വസിക്കുക എന്നതാണ് നിത്യജീവനെന്ന് യേശുക്രിസ്തു പറയുമ്പോൾ, യേശുക്രിസ്തു അവിടെ പറഞ്ഞ ഏകസത്യ ദൈവത്തിന്റെ ഭാഗമേ അല്ല യേശുക്രിസ്തു എന്ന് യേശുക്രിസ്തു തന്നെ പഠിപ്പിക്കുന്നു. എന്നാൽ അദ്ദേഹം അതിന് കമ്പയർ ചെയ്യാൻ കൊണ്ടുവന്ന വാചകമോ, ദൈവം ഏകം എന്ന് വിശ്വസിക്കുന്നു, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. എന്നാൽ അതിന് തൊട്ട് മുമ്പിലുള്ളതോ പിറകിലുള്ളതോ നിങ്ങൾ വായിച്ചു നോക്കൂ.
അപ്പോൾ സംഗതികൾ പിടികിട്ടും. ശ്രദ്ധിക്കണേ, സാത്താന്റെ ഏജന്റായി നമ്മുടെ പീഡിയക്കൻ പറയുന്നത് ശ്രദ്ധിക്കണേ. കാരണം യേശു ഏകസത്യ ദൈവമായ യഹോവ എന്ന ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചു പറയുന്നു. പീഡിയക്കൻ പറയുന്നു ദൈവം ഏകനല്ല, പിശാചുക്കളുടെ ദൈവമാണ് ഏകനെന്ന്. അതിന് അദ്ദേഹം ഒരു ബൈബിൾ വാക്യവും ഉദ്ധരിച്ചു. പക്ഷെ അത് എവിടെ നിന്നാണെന്ന് അദ്ദേഹം പറയുന്നില്ല. എവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മനുഷ്യനത് വായിച്ചാൽ അദ്ദേഹത്തിന്റെ ചതി മനസ്സിലാകും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിലാണ്. അവിടെ വിശ്വാസവും പ്രവൃത്തിയും എന്നതാണ് വിഷയം. ദൈവം ഏകനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല. സാത്താനും അങ്ങനെ വിശ്വസിക്കുന്നു. ആ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കാനാണ് യാക്കോബ് പറയുന്നത്. അവിടെ ആ ഭാഗം വായിച്ചു നോക്കൂ. അത് മറച്ചു പിടിച്ചുകൊണ്ടാണ് സാത്താന്റെ ഏജന്റുമാരായ പാസ്റ്റർമാർ ഇങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ നമ്മുടെ ഇടയിൽ നടത്തുന്നത്. ദൈവം ഏകനാണെന്ന് സാത്താനും വിശ്വസിക്കുന്നു. കൊള്ളാം, സാത്താനും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഏകനെന്ന് പറയുന്നവരൊക്കെ സാത്താനാണെന്ന് പറയുന്ന രീതിയിലുള്ള പഠിപ്പിക്കൽ. ബാക്കി അതിന്റെ മർമ്മം അവിടെ നിന്നും മറച്ചു വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഏജന്റുമാർ പഠിപ്പിക്കുന്നത്. വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തി വേണം എന്ന് പറയുന്ന ഭാഗത്താണ് ഇന്നത്തെ പെന്തക്കോസ്തുകാരെ പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസമുണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ് സാത്താന്റെ വിശ്വാസമുള്ളവർ. ശ്രദ്ധിച്ചല്ലോ, യേശു പഠിപ്പിച്ച, യാക്കോബ് പറഞ്ഞ ഏക സത്യ ദൈവത്തെ സാത്താന്റെ മതമായി സാത്താന്റെ ഏജന്റ് മാറ്റുന്ന ആ സൂത്രവിദ്യ നിങ്ങൾ ശ്രദ്ധിച്ചു. വീണ്ടും നമ്മുടെ പീഡിയകന്റെ കുൽസിത ശ്രമം ശ്രദ്ധിക്കുക. യോഹന്നാൻ 8:40 യേശുവിനെ കൊല്ലുവാൻ നോക്കുന്ന യഹൂദരെ നോക്കി, നിങ്ങൾ ദൈവത്തിന്റെ നിങ്ങളുടെ പിതാവ് ദൈവമായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലുകയില്ലായിരുന്നു എന്ന് യേശു പറയുന്നു. പിശാചാണ് നിങ്ങളുടെ പിതാവ്, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നത് എന്ന് യേശു പറയുന്നു. ആ ഭാഗം ഏകവിശ്വാസികളായതുകൊണ്ടാണ് യേശുവിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം വരുത്തി തീർക്കുവാൻ ഒരു പാഴ്ശ്രമം നടത്തുകയാണ് ഇവിടെ. നോക്കുക, യേശു പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. ഏക ദൈവത്തെ ആരാധിക്കുന്നെന്നോ വിശ്വസിക്കുന്നെന്നോ പറഞ്ഞ് യേശു അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അവിടെ ഏകദൈവം ഒരു പ്രശ്നമേ അല്ല. യേശു ക്രിസ്തുവിനെ സാത്താന്യമാണ്. പഠിപ്പിക്കലുകളെ അവർ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഷിബു ഇപ്പോൾ ചെയ്യുന്നത്. മതങ്ങൾ സാത്താന്യമാണ്. ദൈവം ഏകനല്ല, ദൈവം ത്രിയേകനാണ്. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഭാഗഭാഗമായി. പിന്നെ ഇതേപോലെയുള്ള ഏജന്റുമാർ പറയുന്ന ഒരു ചോദ്യമുണ്ട്. യേശുവിനെ എന്തിനാണ് കൊന്നത്? യഹൂദന്മാർ കൊന്നത് യേശുവിനെ കൊന്നത് എന്തിനാണെന്ന് കൃത്യമായി ചരിത്രപരമായിട്ടും ബൈബിളിലും എഴുതിയിട്ടുണ്ട്. അവരുടെ സമ്പത്തിൽ യേശു കൈവച്ചു എന്നതാണ്. എന്നാൽ ആ കാരണം പറഞ്ഞ് യേശുവിനെ കൊല്ലാൻ സാധിക്കില്ല. അതിനുവേണ്ടി അവർ പല സാക്ഷ്യങ്ങളും പല കാരണങ്ങളും അന്വേഷിച്ചു. അവസാനം ഒന്നും കിട്ടിയില്ല. നിവൃത്തികേടുകൊണ്ട് യേശുവിന്റെ ഒരു വാക്കിനെ യേശു പറയാത്ത ഒരു സംഗതി യേശു പറഞ്ഞു എന്ന് ആരോപിച്ചാണ് യേശുവിനെ കുരിശിക്കുന്നത്. വ്യക്തമാക്കാം. ഇപ്പോൾ ഈ പീഡിയക്കനെ പോലെയുള്ള പണ്ഡിതർ എന്ന് ധരിക്കുന്നവർ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് യേശു തന്നെ പിതാവിന് സമനാക്കി എന്നാണ്. ഇപ്പോൾ പിശാചിന്റെ മക്കളെന്ന് ഈ പീഡിയക്കൻ പറഞ്ഞ യഹൂദരാണ് ആ ആരോപണം ഉന്നയിച്ചത്. പിശാചിന്റെ മക്കളുടെ ആ ആരോപണം അതേപടി ശിരസ വഹിക്കുന്ന പീഡിയക്കൻ എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ആ സന്ദർഭത്തിൽ എന്താണ് യേശുക്രിസ്തുവിന്റെ വിശദീകരണം എന്ന് കേൾക്കാത്തത്?
പിതാവ് വിശദീകരിച്ച് അയച്ച ദൈവപുത്രനാണ് ഞാൻ എന്ന് പറയുന്നത് കൊണ്ട് ദൈവദൂഷണം പറയുന്നു എന്ന് ചോദിച്ചു. ഉടനെ തന്നെ പീഡിയക്കൻ ഇപ്പൊ പറഞ്ഞ പിശാചിന്റെ സന്തതികളായ യഹൂദർ പറഞ്ഞു, ഇവൻ ദൈവത്തിന് സമനാക്കിയിരിക്കുന്നു തന്നെത്താനെ. അതായത് കള്ള ആരോപണം ആണ് ആ യഹൂദർ അന്ന് നടത്തിയത്. യേശു ഒരിക്കലും ദൈവത്തിന് സമനാക്കിയില്ല. യേശു പറഞ്ഞത് ഞാൻ ദൈവപുത്രനാണെന്ന് വീണ്ടും അവിടെ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് പറയുന്നുണ്ട് ആ ഭാഗം. നമുക്ക് നോക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങളൊന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നവർ മറുപടി എനിക്ക് പറഞ്ഞതാ. യേശുവിനെ എന്തിനാണ് ക്രൂശിച്ചത്? പറഞ്ഞല്ലോ. യേശുവിനെ എന്തിനാണ് ക്രൂശിച്ചത്? പറഞ്ഞല്ലോ സാറേ. ആർക്കെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ പറയാം. യേശുവിനെ ക്രൂശിച്ചെന്തിനാണ്? യേശുവിനെ ക്രൂശിച്ചത് തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയത് കൊണ്ടാണ്. എവിടെയാക്കി? വാക്യം പറയൂ. വർഷങ്ങൾക്ക് ഇപ്പുറത്തിരുന്ന് പുതിയ നിയമം വായിക്കുന്ന സാറേ, ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലേ, യേശു ഒരിക്കലും ദൈവത്തിന് സമനാക്കിയില്ല. യേശുവിനെ കൊല്ലാൻ ഒരു കാരണം അന്വേഷിച്ചിരുന്ന യഹൂദർ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ ദൈവത്തിനെ സമനാക്കി എന്ന് അവർ ആരോപിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവർ ആരോപിക്കുമ്പോഴും അത് കഴിഞ്ഞ് യേശു അത് വിശദീകരിക്കുന്നുണ്ട്. ദൈവവചനങ്ങൾ ആരുടെ അടുത്തേക്ക് വരുന്നു, അവരെ ദൈവങ്ങളെന്ന് നിങ്ങൾക്ക് വിളിക്കാമെങ്കിൽ നിങ്ങളുടെ നിയമത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പിതാവ് വിശദീകരിച്ച് ഭൂമിയിലേക്ക് അയച്ച ഞാൻ ദൈവപുത്രനാണ് എന്ന് പറയുന്നത് കൊണ്ട് ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ ആരോപിക്കുന്നത് എന്തുകൊണ്ട് എന്ന്. യേശുവിന്റെ ഫൈനൽ ക്ലെയിം പോലും ദൈവപുത്രനാണ് എന്ന് അങ്ങേ കാണുക. വീണ്ടും ഇരട്ടത്താപ്പ് കണ്ടോണം. കുറച്ചു മുമ്പ്, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ്, പിശാച് പിതാവായിട്ടുള്ള യഹൂദർ എന്ന് ഇദ്ദേഹം പറഞ്ഞ അവർക്ക് മനസ്സിലായി യേശുക്രിസ്തു പറഞ്ഞത് എന്താണെന്ന്. പക്ഷെ യേശുക്രിസ്തുവിന് മനസ്സിലായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ യഹൂദരുടെ, ഇദ്ദേഹം കുറ്റം ആരോപിച്ച ആ യഹൂദരുടെ വാക്കുകളാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ വേദവാക്യം യേശുവിന്റെ വാക്കുകളെക്കാൾ. ശ്രദ്ധിക്കുക. ഉദ്ദേശിച്ചിരുന്നാൽ യഹൂദ മതപുരോഹിതന് മനസ്സിലായി. അവൻ വസ്ത്രം കീറിയിട്ട് വിളിച്ചു പറഞ്ഞു, ഈ സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ഇവൻ ദൈവത്തോട് തന്നെത്താൻ സമനാക്കിയിരിക്കുന്നു. ആരാണ് ഇദ്ദേഹം? സമാനമായ 3 വ്യക്തികൾ ചേരുന്നതാണ് ക്രിസ്തീയ ദൈവവിശ്വാസം. അത് സാത്താന്യമാണ്, ബൈബിളിലുള്ളതല്ല സാറേ. ഇതാ അദ്ദേഹത്തിന്റെ അടുത്ത ഫലിതം വരുന്നു. യേശുവിന്റെ പിതാവിനെ ആരാധിക്കണമെങ്കിൽ യേശുവിന്റെ മാതാവിനെയും ആരാധിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഇദ്ദേഹത്തിന്റെ ചിന്താഗതിയിൽ പിതാവായ ദൈവത്തിന്റെ ബീജവും മാതാവിന്റെ അണ്ഡവും കൂടി ചേർന്നാണ് യേശുക്രിസ്തു ഉണ്ടായത് എന്നാണ് അദ്ദേഹം ധരിച്ചു വച്ചിരിക്കുന്നതെന്ന് ഇതിൽ നിന്നും മനസ്സിലായി. അങ്ങനെയാണോ ഉണ്ടായത് യേശുക്രിസ്തു? മാതാവിന്റെ അണ്ഡം യേശുക്രിസ്തു ഉണ്ടാകുവാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അപ്പൊ യേശുവിന്റെ പിതാവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾ യേശുവിന്റെ മാതാവിനെയും ആരാധിക്കണം. ഇങ്ങനെയുള്ള വികലമായ കാഴ്ചപ്പാടുകളാണ് ഇങ്ങനെയുള്ള വിശ്വാസികൾക്കുള്ളത്. കാണാൻ കഴിയാത്ത യേശുവിന്റെ പിതാവിനെയാണ് നിങ്ങൾക്ക് ആരാധിക്കേണ്ടെങ്കിൽ കാണാൻ കഴിയുന്ന യേശുവിന്റെ മാതാവിനെ നിങ്ങൾ എന്തുകൊണ്ട് ആരാധിക്കുന്നത്? മാതാവിന്റെ അണ്ഡം യേശുവിന്റെ ജീവന് കാരണമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരാധിക്കണം. പക്ഷെ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാധിച്ചുകൊള്ളുക. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ആ മനുഷ്യനായ യേശുവിന്റെ മാതാവിനെ എന്തുകൊണ്ട് ആരാധിക്കുന്നില്ല? കാരണം മാതാവിന്റെ അണ്ഡം യേശുവിന്റെ ജന്മത്തിനായി ഉപയോഗിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 17 അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. തീർച്ചയായും അതാണ് ബൈബിളിന്റെ ഒരു മർമ്മം. താങ്കൾ എന്തൊക്കെ പറഞ്ഞാലും പിതാവും യേശുവും 2 വ്യക്തികളാണ് എന്നുള്ള താങ്കളുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി ഞാൻ യോജിക്കുന്നു. അതേപോലെ തന്നെ താങ്കളുടെ വിശദീകരണവും വളരെ എക്സെപ്ഷണൽ ആയിട്ടുണ്ട്. ഞാനത് അംഗീകരിക്കുന്നു. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പൊ നിത്യജീവൻ കിട്ടുന്ന ചില കാര്യങ്ങൾ അറിയണം. അപ്പൊ അറിയുന്നതിലാണ് നിത്യജീവൻ ഇരിക്കുന്നത്.
ഇരിക്കുന്നത് യേശു പറയുന്നു. അപ്പൊ ഇവിടെ ഓരോരുത്തർ പറയാവോ നമുക്കതൊന്നും അറിയണ്ട, നമുക്ക് വഴക്കൊന്നും പിടിക്കണ്ട, നമ്മൾ ഈ കാര്യങ്ങളൊന്നും ഇടപെടണ്ട, നമുക്ക് നിത്യജീവൻ കിട്ടിക്കോളൂ. അങ്ങനെയല്ല കിട്ടുന്നത്. 100% യോജിക്കുന്നു. 8:44 നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. അവരോട് പറയുകയാണ്, ശരിയാണ് നിങ്ങൾ പറയുന്നത്. യോഹന്നാൻ 8:44 നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. എന്നാൽ വിരോധാഭാസം ആ പറഞ്ഞ യഹൂദരുടെ വാക്കുകളാണ് അദ്ദേഹം യേശു ദൈവത്തിന് തുല്യനായി എന്ന് വരുത്തി തീർക്കുവാൻ ഉപയോഗിക്കുന്നത് എന്ന് പരമദയനീയമാണ്. അടുത്തതായി ത്രിയേക വിശ്വാസികളും ത്രിത്വ വിശ്വാസികളും യേശുനാമക്കാരും ദുരുപയോഗം ചെയ്യുന്ന 1 യോഹന്നാൻ 5:20 എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് അത് ക്ലിയർ ആയിട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹം പറയുന്നത് കേൾക്കാം. ആദ്യം സത്യദൈവവും നിത്യജീവനുമാകുന്നു ആര്? യേശു കർത്താവ്. അപ്പൊ ഇതാണ് ശരിയായ വിശ്വാസം, ഇതാണ് തലമുറകൾ ഏറ്റുപറഞ്ഞ വിശ്വാസം, ഇതാണ് നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസം, ഇതാണ് രക്ഷയുടെ വിശ്വാസം. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം അവന്റെ പുത്രൻ. ബന്ധമുണ്ട്. ആ ബന്ധത്തെയാണ് യേശു റിവീൽ ചെയ്തത്. അതിനുവേണ്ടിയാണ് യേശു ഇറങ്ങി വന്നത്. അവിടെയാണ് നമുക്ക് സത്യദൈവത്തെ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് വന്നത്. ദൈവപുത്രൻ വന്നു എന്നും യോഹന്നാന്റെ ലേഖനം ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൽ ദൈവപുത്രൻ വന്നു എന്നും വളച്ചൊടിക്കുന്ന കണ്ടോണം. സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഇതാണ് യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 5:20. അവിടെ സത്യസ്വരൂപൻ പിതാവായ ദൈവമാണെന്നും സത്യസ്വരൂപന്റെ പുത്രൻ യേശുക്രിസ്തു ആണെന്നും വ്യക്തമായി 2 വ്യക്തികളെ കുറിച്ച് അവിടെ എഴുതി വച്ചിട്ട് ആത്മീയ അന്ധത അഥവാ ത്രിത്വാന്തത ബാധിച്ച ആൾക്കാർ ഇത് വായിക്കുമ്പോൾ അവിടുത്തെ 2 വ്യക്തികളെ നമ്മൾ കാണുന്നില്ല. യേശുക്രിസ്തുവാണ് സത്യദൈവം എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നവർ ഇവിടെ സത്യസ്വരൂപൻ ആരാണ് എന്ന് പറയണം, സത്യസ്വരൂപന്റെ പുത്രൻ ആരാണ് എന്നും പറയണം. ഈ ഭാഗത്തുള്ളത് ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ഒരു ചെറിയ തോതിലാണെങ്കിലും തൃത്വവിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുവാൻ അതിനുവേണ്ടി നിൽക്കാൻ കഴിഞ്ഞല്ലോ. ദാറ്റ് ഈസ് എ ബ്ലെസ്സിംഗ്. അതാണ് അനുഗ്രഹം. നിങ്ങൾ ഓരോരുത്തരും ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഈ ത്രിയേക ദൈവവിശ്വാസവും. കാരണം ഓരോ കാലത്തും ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് ബ്ലെസ്സിങ്സ് ആയിട്ട് തോന്നുന്നത്. ഒരു കാലത്ത് യാക്കോബായ വിശ്വാസം ഏറ്റവും ബ്ലെസ്സിങ്സ് ആയി തോന്നിയിരുന്ന ഒരു വ്യക്തി കുറച്ചു കഴിയുമ്പോൾ കമ്മ്യൂണിസം ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് ആണെന്ന് തോന്നുമ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞ് കമ്മ്യൂണിസത്തിൽ കയറുകയും കുറച്ചു കഴിയുമ്പോൾ പെന്തക്കോസ്ത് എന്ന വിഭാഗം ബ്ലെസ്സിങ്സ് ആയി തോന്നി ഓർത്തഡോക്സിനെയും കമ്മ്യൂണിസത്തെയും ഒരുമിച്ച് തള്ളി ഇതിൽ ചേരുകയും ചെയ്യുന്ന താങ്കൾക്ക് തീർച്ചയായും ഞാൻ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. കാരണം സത്യം കണ്ടെത്തുമ്പോൾ ഈ ത്രിയേകത്വത്തെയും ത്രിത്വത്തെയും അങ്ങ് തള്ളിപ്പറഞ്ഞ് സത്യത്തെ പുൽകും എന്ന് എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. കാരണം പുതിയതിനെ തേടുന്ന നിങ്ങൾ തീർച്ചയായിട്ടും അവസാന സത്യം എഴുതിയിരിക്കുകയാണ്. 1 യോഹന്നാൻ 4:3 യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. യേശുവിനെ ക്രിസ്തുവിന്റെ അല്ലാതെ യേശു ആത്മാവ് തന്നെ. ത്രിത്വത്തെ സ്വീകരിക്കുക, ത്രിയേകത്വത്തെ സ്വീകരിക്കാന്നല്ല, യേശുവിനെ സ്വീകരിക്കാത്ത അത് നമ്മൾ സ്വീകരിക്കണം. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. താങ്കളുടെ സിദ്ധാന്തം തെറ്റാണെന്ന് ഞാൻ ഇപ്പോൾ കാണിക്കാം. കാരണം അവിടെ എഴുതിയിരിക്കുന്നു യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ത്രിയേകത്വത്തിൽ വിശ്വസിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്നാൽ താങ്കൾ പറയുന്നു മറിയത്തിന്റെ അണ്ടത്തിൽ കൂടിയാണ് യേശുക്രിസ്തു വന്നതെന്ന്. അതാണ് അന്തിക്രിസ്തുവിന്റെ ആത്മാവ്. യേശുക്രിസ്തു ജഡം ധരിച്ച് ഇവിടെ വന്നു എന്നാണ് പറയുന്നത്, അല്ലാതെ
മാതാവിന്റെ അണ്ടത്തിൽ നിന്ന് ജനിച്ചു എന്നല്ല, അങ്ങനെ വിശ്വസിക്കുന്നവരാണ് അന്തിക്രിസ്തുവിന്റെ ആത്മാ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 63-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 63-ാമത്തെ വാക്യം. സാധാരണ തെറ്റുപറ്റുന്നതാണ് യോഹന്നാന്റെ സുവിശേഷമല്ല, മാർക്കോസിന്റെ സുവിശേഷം 14:63 മത്തായിയുടെ 26:65 ആ ഭാഗം. അത് സമർത്ഥമായി യേശു അതിന്റെ മർമ്മപ്രധാനമായ പോയിന്റ് മറച്ചു പിടിച്ചുകൊണ്ടാണ് പാസ്റ്റർ ഷിബു പീഡിയേക്കൽ സംസാരിക്കുന്നത് എന്ന് ഞാൻ ഇപ്പോൾ തെളിയിച്ചു തരാം. അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇനി സാക്ഷികളായിട്ട് നമുക്ക് എന്താവശ്യം? എപ്പോൾ? ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ. ഇതാ യേശു അതിന്റെ മർമ്മം പറയുന്നില്ല, ഞാൻ അതിന്റെ മർമ്മം കാണിച്ചു തരാം. അവിടെ എഴുതിയിരിക്കുന്നു, പ്രധാന പുരോഹിതന്റെ ചോദ്യം അദ്ദേഹം മറച്ചു പിടിച്ചു. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ വാദം ശരിയാണെന്ന് വരുത്തി തീർക്കുവാൻ, തെറ്റ് ശരിയാക്കുവാൻ. യേശയ്യ പറഞ്ഞിട്ടുണ്ട് അവസാന കാലത്തെ തെറ്റ് ശരിയാക്കുമെന്ന്. അതിന്റെ ഒരു മകുട ഉദാഹരണമാണ് ഇപ്പോൾ ഷിബു പീഡിയേക്കൽ ചെയ്തത്. അദ്ദേഹം പറയുന്ന തെറ്റ് മറച്ചു പിടിക്കുവാൻ വേണ്ടി അദ്ദേഹം പ്രധാന പുരോഹിതൻ ചോദിച്ച ചോദ്യം അദ്ദേഹം മറച്ചു പിടിച്ചു. ചോദ്യം എന്താണ്? നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ യേശു ക്രിസ്തു? അതാണ് യേശു ക്രിസ്തു ആണെന്ന് പറഞ്ഞത്. അല്ലാതെ വാഴ്ത്തപ്പെട്ടവനാണെന്നല്ല പറഞ്ഞത്, ദൈവമാണെന്നല്ല പറഞ്ഞത്. വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ യേശു ക്രിസ്തു ആണോ എന്നാണ് ചോദ്യം. അതെ എന്നാണ് പറഞ്ഞത്. മത്തായി 26:65 ഇതേ സന്ദർഭം വിശദീകരിക്കുന്നു. അവിടെയും പ്രധാന പുരോഹിതൻ ചോദിക്കുന്നു, നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ? അതാണ് ചോദ്യം. യേശു അതെ എന്ന് പറയുന്നു. അല്ലാതെ ആ മർമ്മം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാദം ശരിയാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ആ പ്രധാന ഭാഗം മറച്ചു വെക്കുന്നു. അർത്ഥസത്യങ്ങൾ എപ്പോഴും വ്യാജം ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. യേശുവിന്റെ ഏറ്റവും വലിയ ക്ലെയിം ദൈവപുത്രനായ ക്രിസ്തുവാണെന്നാണ്. അതിൽ കൂടുതൽ ഒരു ക്ലെയിമും യേശു ക്രിസ്തു നടത്തിയിട്ടില്ല. അതിൽ കൂടുതൽ ഒരു മനുഷ്യൻ പണ്ഡിതനല്ലാത്ത ഒരു മനുഷ്യനെ പണ്ഡിത എന്ന് വിളിച്ചാൽ അത് പരിഹാസമാണ്. എന്ന് പറഞ്ഞ മാതിരി യേശുക്രിസ്തു എന്തായിരിക്കുന്നു അതിനേക്കാൾ കൂടുതലായി നമ്മൾ യേശുക്രിസ്തുവിനെ കണ്ടുകഴിഞ്ഞാൽ അത് പരിഹാസമാണ്, അത് സാത്താന്റെ തന്ത്രമാണ്. ഏക സത്യദൈവമായ യേശുക്രിസ്തുവിന്റെ പിതാവിൽ നിന്നും നമ്മെ ഹൈഡ് ചെയ്യിക്കുന്ന, യേശുക്രിസ്തുവിനെ ഉപയോഗിച്ച് ഹൈഡ് ചെയ്യിക്കുന്ന സാത്താന്റെ തന്ത്രമാണ്. സ്നേഹിതനായ ഷിബു പാസ്റ്റർ, അങ്ങയുടെ വീഡിയോയ്ക്ക് മറ്റാരും റെസ്പോൺസ് ഇടാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അങ്ങ് തന്നെ ചിന്തിക്കുക. എങ്കിലും ഞാനിത് ഒരു റെസ്പോൺസായിട്ടിടുന്നു. അങ്ങയുടെ നൈസർഗികമായ ഭാഷയിൽ അതിന് മറുപടി പറഞ്ഞുകൊള്ളുക. അങ്ങ് പറയുന്ന ഓരോ വാക്കുകളും എൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് ഞാൻ ചെയ്ത ഓരോ പാപവും മാറ്റുമെന്ന് ഉത്തമ വിശ്വാസത്തിൽ ഞാൻ വിടുന്നു. അവസാനമായി ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, അങ്ങ് പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു മരിച്ച് ദൈവം ഉയർപ്പിച്ച് സ്വർഗത്തിൽ എഴുന്നള്ളി അനേക വർഷങ്ങൾ കഴിഞ്ഞ് യോഹന്നാൻ എഴുതിയ സുവിശേഷം, അതിൽ യോഹന്നാൻ പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ യേശുവിന് ഒരു ദൈവമുണ്ടെന്ന് അവിടെ തെളിയുകയാണ്. യേശു കർത്താവാണ്, നമ്മുടെ രക്ഷകനാണ്, മീഡിയേറ്ററാണ്. യേശുവിലൂടെ അല്ലാതെ പിതാവിൽ എത്താൻ പാടില്ല. അതൊക്കെ ശരി തന്നെ. ഇനി യേശു തന്നെ പറയുന്നു, എന്റെ ദൈവത്തിന്റെയും നിന്റെ ദൈവത്തിന്റെയും എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെ അടുക്കിലേക്ക് ഞാൻ പോകുന്നു. സ്തേഫാനോസ് മരണമൊഴിവായി ആത്മാവിൽ സ്വർഗീയ ദർശനം കാണുമ്പോൾ ദൈവവും ദൈവത്തിന്റെ വലതുഭാഗത്ത് മനുഷ്യപുത്രനും നിൽക്കുന്നത് കാണുന്നു. ദൈവത്തിന്റെ വചനം അവിടെ പൂർത്തിയായി. ദൈവത്തെ കണ്ടുകഴിഞ്ഞാൽ ആ നാളിൽ മരിക്കുമെന്നുള്ളത് സ്തേഫാനോസ് മരിക്കുകയും ചെയ്തു. ഇനി മത്തായി എഴുതിയിരിക്കുന്ന സുവിശേഷത്തിൽ മത്തായി യേശുക്രിസ്തുവിന്റെ ദൈവത്തെക്കുറിച്ച് പറയുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ മർക്കോസ് യേശുക്രിസ്തുവിന്റെ
ദൈവത്തെക്കുറിച്ച് പറയുന്നു. ലൂക്കോസ് പറയുന്നു യേശുക്രിസ്തുവിന്റെ ദൈവത്തെക്കുറിച്ച്. യോഹന്നാൻ എഴുതിയതിന്റെ എല്ലാം ഉദ്ദേശം യോഹന്നാൻ തന്നെ സംഗ്രഹിക്കുന്നു. നിങ്ങൾ വളച്ചൊടിക്കുമെന്ന് ആത്മാവിൽ അറിഞ്ഞ യോഹന്നാൻ അതെഴുതുന്നു. ഈ എഴുതിയതെല്ലാം യേശുക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് മനസ്സിലാകുന്നതിനാണ്, അല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള വ്യാഖ്യാനങ്ങളല്ല എന്ന് യോഹന്നാൻ തന്നെ വ്യാഖ്യാനിക്കുന്നു. പിന്നെ അപ്പോസ്തല പ്രവർത്തികൾ എഴുതിയ എന്ന് വിചാരിക്കുന്ന ആ ലേഖകൻ തന്നെ യേശുക്രിസ്തുവിന്റെ ദൈവത്തെക്കുറിച്ച് അനേക തവണ പറയുന്നു. അനേക ലേഖനങ്ങൾ എഴുതിയ പൗലോസ് പറയുന്നു യേശുക്രിസ്തുവിന്റെ ദൈവത്തെക്കുറിച്ച്. യാക്കോബ് പറയുന്നു യേശുക്രിസ്തുവിന്റെ ദൈവത്തെക്കുറിച്ച്. യൂദാ പറയുന്നു യേശുക്രിസ്തുവിന്റെ ദൈവത്തെക്കുറിച്ച്. ബൈബിൾ മൊത്തം യേശുക്രിസ്തുവിന്റെ ദൈവത്തിനാണ് പരമപ്രാധാന്യം കൊടുക്കുന്നത്. അത് കാണാതെ പോകുന്നത് ത്രിത്വാന്തത കൊണ്ടാണ്. ആ ത്രിത്വ തിമിരം മാറ്റിയെങ്കിൽ തീർച്ചയായും അങ്ങ് സത്യത്തിലേക്ക് വരുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു. ഏക സത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അങ്ങ് അറിഞ്ഞ്, അപ്പോൾ ആ പറയുമ്പോൾ തന്നെ യേശുക്രിസ്തുവാണത് പറയുന്നത്. ഷിബു പീഡിയക്കലോ സണ്ണി മാപ്പിളയോ അല്ല പറയുന്നത്. ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക. അപ്പോൾ ആ യേശു പറയുന്ന ഏക സത്യദൈവത്തിന്റെ ഭാഗം അല്ല യേശുക്രിസ്തു എന്ന് യേശുക്രിസ്തു തന്നെ അവിടെ സാക്ഷ്യം പറയുന്നു. ശ്രദ്ധിക്കണമേ, അബദ്ധത്തിൽ